അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ നമ്മളെ ഒരു ലോങ് യാത്ര പോവുകയാണ്, ഷൊർണൂർ. അപ്പോൾ നമ്മളെ അറിയുന്ന നമ്മുടെ വേണ്ടപ്പെട്ട ഒരു വീട്ടിൽ നിന്നാണ് പോണത്. ഞാനിവിടെ ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ബന്ധമാണ്. അപ്പോൾ ഇവിടുന്ന് വരുന്ന ആൾക്കാർ ബോംബെക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ഇനി ഷൊർണൂരിൻ്റെ കാഴ്ചകളും റോഡുകളിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ കുറച്ച് നീളം കൂടിയ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ. അത്രയും ശരിക്കും പറഞ്ഞാൽ ഇതാണ് എൻ്റെ പ്രണയത്തിൻ്റെ നാട്. ഞാൻ ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നത്. നല്ല മഴ ഇങ്ങനെ ചാറുണ്ട് കേട്ടോ, അപ്പോൾ അതിൻ്റെ ഇടയിലും കൂടി പറയാം. അപ്പോൾ ഈ അവിടെ കാണുന്നുണ്ട് നിങ്ങൾ കഴുകിൻ്റെ തോട്ടം. അതേപോലെ ഞാനല്ല ചിന്തിച്ചത്, ഇത്രയും സാധനത്തിനാണോ അവര് വണ്ടി വിളിച്ച് പോണെന്ന്. ഇല്ല ഇനി എന്തെങ്കിലും ഇടണ്ടോ ചോദിച്ചോക്കെ. എങ്ങനെ ഗിയർ അടിക്കുന്നത്? അത് മാറിയപ്പോ അപ്പോൾ ഈ റോഡ് നമ്മുടെ ചളവറ കൈലിയാട് നേരെ കുളപ്പുള്ളി എത്തുന്ന റോഡാണ്. അപ്പോൾ ഈ റോഡിൻ്റെ ഒരു ശോചനീയാവസ്ഥ നമ്മുടെ മുഹമ്മദ് റിയാസ് ഒന്ന് കാണാൻ നിങ്ങൾക്ക് സമയമുണ്ടോ എന്നറിയില്ല. നിങ്ങളൊക്കെ തള്ള് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരിൽ പെട്ടാണ്. അപ്പോൾ ഇവിടെ ഇന്നലെ രാത്രി ഈ വഴിയിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ റോഡ് എന്താണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്നറിയില്ല. നാട്ടുകാരെ അടുത്ത് ചോദിച്ചാൽ അവരൊന്നും പറയില്ല. അപ്പോൾ ഇതിൽക്കിടക്കെ നിരവധി വാഹനങ്ങൾ ഓടുന്നൊരു റോഡാണ് ചളവറ കൈലിയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. നമ്മുടെ ചെർപ്പളശ്ശേരി പാതയിൽ നിന്ന് അല്ല, ഈ ആൾക്കാർക്ക് കണ്ണില്ലാണോ ഓല അറിയാണ്ട് ചോദിക്കുക. അപ്പോ ഇതാണ് മോളൂർ സിറ്റി. നമ്മൾ വീഡിയോയിൽ ഇന്നേവരെ കാണിച്ചിട്ടില്ല, ഇന്നേവരെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ എന്തോ ഒരു മതപ്രസംഗം എന്തൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ റോഡ് ശരിക്കും പറഞ്ഞാൽ മുഴുവൻ എന്താ പറയുക, കയറ്റങ്ങളും ഇറക്കങ്ങളും അതേപോലെ തന്നെ വളവും തിരിവും. പിന്നെ റോഡ് നമ്മളിന്ന് സ്പീഡ് കൂട്ടുന്തോറും ആ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ അധികാരികളൊക്കെ നാട്ടുകാരുടെ നികുതി പണം നക്കിയിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. ഞാനെൻ്റെ ഷൊർണൂർ യാത്രയിൽ പറയുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ കുളപ്പുള്ളി അത് നമുക്ക് പോകുമ്പോൾ കാണിച്ചു തരാം എന്തായാലും, കാരണം കാണാതിരിക്കുന്നില്ല. അപ്പോൾ ഏകദേശം ഇവിടുന്ന് നമ്മളൊന്ന് സ്പീഡ് കൂട്ടിയാൽ പിന്നെ പറയേണ്ടത് അവിടുത്തെ കുറച്ചപ്പുറത്ത് എത്തുമ്പോഴത്തേനും ചെറിയൊരു കുണ്ടും കുഴിയും. ഇങ്ങനെയാണോ റോഡ് നന്നാക്കേണ്ടത്? എത്ര അധികാരികളാണിത്? ഇവരാർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ജീവിക്കണതെന്ന് അറിയില്ല. പിന്നെ ഈ സ്ഥലം മനപ്പടി എന്ന് പറയും. മനപ്പടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തവരാരും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കാൻ ചാൻസില്ല. നമ്മൾ ഈ നാഗങ്ങൾക്കൊക്കെ പൂജ ചെയ്യാറുണ്ട്. അതായത് പിന്നെ നാഗത്തിൻ്റെ, അതായത് പാമ്പുകളുടെ ശല്യത്തിനും പാമ്പിൻ്റെ സ്വപ്നം കാണുന്നതിനും അങ്ങനെ ഓരോ എന്താ പറയുക ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൂജ ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഈ മനപ്പടി എന്ന് പറഞ്ഞത്. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാനത് എടുത്ത് കാണിച്ചു തരുന്നില്ല. എൻ്റെ സർക്കാരെ, നിങ്ങൾ ആദ്യം ഈ റോഡുകളൊന്ന് നന്നാക്കുക. നിങ്ങൾ റോഡിൻ്റെ ഭംഗിയുള്ള ഭാഗം മാത്രമേ നിങ്ങൾക്ക് റീൽസിൽ കാണാൻ പറ്റുന്നുള്ളൂ. മോശം റോഡുകൾ എടുത്തിട്ട് ആരെങ്കിലും റീൽസ് ഇട്ടിട്ട് BGM ഇട്ടിട്ട് ആരും ലൈക്കും കമൻറ്റും ഷെയറും ഉണ്ടാക്കില്ല. അപ്പോൾ ഞാൻ എപ്പോഴും അധികം മോശം റോഡ് മാത്രമാണ് കാണിക്കാറ്. കാരണം കാണിച്ചിട്ട് ഒരു പ്രയോജനമില്ല, കാണിക്കാതെ ഇരുന്നിട്ട് നമുക്ക് അവിടെ പോകാതിരിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ റോഡിൻ്റെ അവസ്ഥ.
അധികാരികൾ മൊത്തത്തിൽ അവരുടെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ല ഒരു ഭംഗിയുള്ള സ്ഥലം കൂടിയാണ് ഈ പിന്നെ എന്താ പറയുക ചളവറ എന്ന് പറയുന്ന കൈലാട് റോഡ്. അപ്പോൾ ഈ ക്ലൈമറ്റ് ശരിയല്ല, രാവിലെ തന്നെ ഒരു ചീഞ്ഞ മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്ലൈമറ്റ് ശരിക്കും പറഞ്ഞാൽ വളരെ മോശമാണ്. അതേപോലെ തന്നെ ഈ മഴ പെയ്താലാണ് ഈ റോഡിൽ ഇന്നലെ രാത്രിയൊക്കെ വരുമ്പോൾ റോഡ് ഏതാണ്, അല്ല ശരിക്കും പറഞ്ഞാൽ റോഡല്ല, കുഴിക്കടയാണ് ഇപ്പോൾ റോഡുള്ളത്. അപ്പോൾ റോഡിനൊരു പ്രസക്തി ഇല്ല അപ്പോൾ. എൻ്റെ കയ്യിൽ നിന്നും അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലാണ്ട് വന്നത്. ഞാൻ എൻ്റെ ബാക്ക് സീറ്റിൽ ഒരു കൂട്ടുകാരൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവന് ഇതൊക്കെ കേൾക്കുമ്പോൾ അവന് എന്തൊക്കെയോ ഒരു പുഞ്ചിരി. മുണ്ടക്കാട്ട് കൃഷി രണ്ട് വശങ്ങളിലും പാടാണ് ഇവിടെ. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്ത് വന്നപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു അപകട ബോർഡ്, ഒരു മുന്നറിയിപ്പിൻ്റെ ബോർഡൊന്നും കാണാനില്ല. രാത്രി ഒന്നാമത് ഇവിടെ വഴിവിളക്കുകളില്ല. ഇവിടെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇന്നലെ രാത്രി ശരിക്കും പറഞ്ഞാൽ ഇതൊരു അപകടം പിടിച്ച റോഡാണ്. നമ്മുടെ ഈ ഇടത് സൈഡ് ഒരു സൈഡിലേക്ക് പാടത്തോട്ട് റോഡ് കുഴിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റോഡ് കൂടെ എക്സ്പീരിയൻസ് ഉള്ളവർ, സ്ഥിരമായിട്ട് പോണവർ മാത്രം വന്നാലാണ് അപകടത്തിൽപ്പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയാം. പിന്നെ ഇപ്പോൾ ഈ മെല്ലെ ഈ ശരിക്കും പറഞ്ഞാൽ അപകടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ റോഡ് നന്നാക്കാത്തതെന്ന് സംശയം. കാരണം കുണ്ടും കുഴി ഉണ്ടെങ്കിൽ വാഹനങ്ങൾ പതുക്കെ പോവുള്ളൂ, അപ്പോൾ സ്പീഡ് കൂടില്ല. അത് ഉൾനാട്ടിലെ റോഡുകളിലെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഈ അപകടം കുറയ്ക്കാൻ മലയാളി ശ്രമിക്കാറില്ല, അപകടം കൂട്ടാനേ നോക്കാറുള്ളൂ. നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കില്ല. നമ്മുടെ ഷൊർണൂർ പഞ്ചായത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ എത്ര നേരം ചെർപ്പളശ്ശേരിയായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിരുന്നു റോഡ് ഒരു സൈഡിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ സൈഡ് നമ്മൾ പോകുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഇടതുവശത്തേക്ക് ഇവിടെ കുഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിവിടെ വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ പോയിട്ടാവും, ടോറസ് പോലെയുള്ള വലിയ ടിപ്പർ പോലുള്ള വാഹനങ്ങളൊക്കെ നിരന്തരം പോകുന്നതുകൊണ്ടായിരിക്കാം ഇവിടെ പിന്നെ കുഴി ഉണ്ടായിട്ട്. അപ്പോൾ പിന്നെ ഒന്നാമത് പാട സൈഡ് കൂടിയാണ്. അപ്പോൾ കാര്യമായിട്ട് ഇതിപ്പോൾ ഏത് വർഷത്തിലാണ് ഇത് പണിയെടുത്തതെന്ന് കൂടി ചിലപ്പോൾ നമ്മൾ ചോദിക്കേണ്ടി വരും. 2018 ശേഷമാണെങ്കിൽ പിണറായി സർക്കാരിൻ്റെ ഒരു റോഡ് തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകിച്ച് പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലവാരം ഏകദേശം നിങ്ങൾക്ക് അറിയാണ്ടാവും. അപ്പോൾ ഇവിടുന്നൊക്കെ നമ്മൾ പരമാവധി അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ പിന്നെ ഷൊർണൂരിൽ നിന്ന് കൊളപ്പുള്ളി വഴി കൈലാട് ചളവറ റോഡ് നേരെ ചെർപ്പളശ്ശേരി മണ്ണാർക്കാട്ടേക്കൊക്കെ എളുപ്പമുള്ള വഴിയാണ്. 48 കിലോമീറ്ററാണ് ഷൊർണൂരിൽ നിന്ന് പിന്നെ ഏകദേശം മണ്ണാർക്കാട് ആ ഏരിയയ്ക്ക്. മറ്റത് നമ്മൾ പത്തിരിപ്പാല, ഒറ്റപ്പാലം അല്ലെങ്കിൽ പിന്നെ മുളഞ്ഞൂർ, അമ്പലപ്പാറ വഴി വരുമ്പോൾ നമുക്ക് ഏകദേശം 56 കിലോമീറ്റർ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ റോഡിൻ്റെ ഒരു അവസ്ഥ പറയുമ്പോൾ മോശം തന്നെയാണ്. എന്നാലും കിലോമീറ്റർ ലാഭം ഇതാണ്. പക്ഷേ നമ്മൾ ഇവിടെ ഈ റോഡിൽ വരുമ്പോൾ എണ്ണച്ചെലവ് കൂടുതലാണ്. കിലോമീറ്റർ ലാഭം നോക്കിയിട്ടൊരു പ്രശ്നമില്ല, അല്ല പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രധാനമായിട്ടും കയറ്റങ്ങളാണ് അധികം. അപ്പോൾ കാറുകൾക്കും ബൈക്കുകൾക്കും മെച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വലിയ ഓട്ടോറിക്ഷ അങ്ങനെ പോലുള്ള വണ്ടികൾക്കൊക്കെ ഭയങ്കര നഷ്ടമാണ്. എന്തായാലും അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളങ്ങനെ കുളപ്പുള്ളി ദേശീയപാതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പട്ടാമ്പി, ഗുരുവായൂർ, പാലക്കാട് മെയിൻ റോഡിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഈ വഴി വന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ
അവിടുത്തെ ആ പൊടി രാത്രി ഭയങ്കര പൊടി. അത് എങ്ങനെ പൊടി ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾ ചീറിപ്പായാണ് ആ സമയത്തൊക്കെ. ഇന്നലെ ഞായറാഴ്ച ചെയ്തുകൊണ്ട് അത്ര കുഴപ്പമില്ല, പക്ഷേ ഇന്നലെ ഭയങ്കര പൊടിയായിരുന്നു. അപ്പോൾ ഇന്ന് വരുമ്പോൾ മഴയാണ്. ഈ മഴയത്ത് മഴ പെയ്താൽ വെള്ളം ഉണ്ടാവുമെന്ന് നമുക്കറിയാം. പക്ഷേ ആ എന്താ പള്ളി പോയിക്കോ. അപ്പോൾ ഇതാണ് റോഡിൻ്റെ അവസ്ഥ. ഇന്നലെ കണ്ടതും ഇന്ന് കണ്ടതും വേറെ. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പിലുള്ള നിങ്ങളിതൊക്കെ ഒന്ന് കാണണം. അല്ലെങ്കിൽ ഇതാരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കണം. ഇതിങ്ങനെ ഒരു സംഭവമുണ്ട്. നിങ്ങൾ മനുഷ്യന്മാരിൽ നിന്ന് ടാക്സും, അതായത് വാഹനത്തിന് എല്ലാത്തിനും പൈസ അധികം വാങ്ങിയിട്ട്, അല്ലെ റോഡ് ടാക്സിൽ തന്നെ ടോളിന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കോടികൾ ഒരു ദിവസം കിട്ടുന്നുണ്ട്. നിങ്ങൾ ആ വരുമാനം ഒന്നും ഇതിലേക്ക് ഇറക്കാതെ മുഴുവൻ കൊണ്ടുപോകാതെ ഈ ആൾക്കാർക്ക്, ചെറുപ്പക്കാരുടെ കാര്യം പോട്ടെ, പക്ഷേ അസുഖം പിടിച്ചിട്ട് നമ്മൾ ഈ രോഗികളെ കൊണ്ട് ആംബുലൻസ് പോകുമ്പോൾ ആ രോഗികൾ ചിലപ്പോൾ മരിക്കും കൂടി ചെയ്യുന്ന അവസ്ഥ വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അതൊക്കെയാണ് ശരിക്കും ഒന്ന് ക്ലിയർ ആക്കി തരേണ്ടത്. അപ്പോൾ നമ്മളിത് കുളപ്പുള്ളി സെൻട്രലാണ്. അപ്പോൾ ഇത് നേരെ ഷൊർണൂരിക്കാണ്. അപ്പോൾ ഈ എന്താ പറയുക, ഷൊർണൂർ റോഡ് അതെങ്ങനെയെന്നും കൂടി എന്താ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇവിടേക്ക് വർഷങ്ങൾക്ക് മുന്നേ വന്നതാണ്. അന്നൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലാണ്. അതായത് ഒരു 15 വേണ്ട, ഒരു 12 വർഷം മുന്നേ അന്ന് ഷൊർണൂരിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ ഓട്ടം തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ഇത്ര ഉണ്ടായിരുന്നില്ല മോശം. ഇന്ന് എന്താ പറയുക, വളരെ മോശം തന്നെയാണ്. ഇവിടുത്തെ നഗരസഭയത്തെ ആൾക്കാർ ഇതിവിടെ പോവാറുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവരിത് പോകുമ്പോൾ അവർക്ക് വല്ല കുലുക്കോ ഇല്ലെങ്കിൽ അവർക്ക് റോഡിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്ന് അവർ അറിയുന്നുണ്ടോ എന്നാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. കാരണം നമ്മൾ ടാക്സും കൊടുത്ത്, റോഡിൻ്റെ ടാക്സും എല്ലാതും ഏത് തരത്തിലുള്ള പൈസയാണെങ്കിലും അവരത് പറഞ്ഞു വാങ്ങുന്നുണ്ട്. എന്നിട്ട് റോഡിലേക്ക് ഒരു കുറച്ച് പൈസ, ഇപ്പോൾ എത്രയോ കോടി നിങ്ങൾ ചിലവാക്കി, അയ്യപ്പ സംഗമം, മറ്റേ സംഗമം, മറിച്ചേ സംഗമം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ നിങ്ങൾ കോടികൾ പൈസ വാങ്ങിയിരുന്നു. ആ പൈസ ഇതിലേക്കൊന്ന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഈ ശാപം കിട്ടില്ല നിങ്ങൾക്ക് ഒരിക്കലും. നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ സുഖത്തോടു കൂടിയാവും ജീവിക്കുക, പക്ഷേ നിങ്ങളുടെ മക്കൾ, അവരുടെ പേരക്കുട്ടികൾ, അല്ലെങ്കിൽ അവരുടെ തലമുറ നിങ്ങളെ തീർച്ചയായിട്ടും പിന്തുടരും. ഉറപ്പായിട്ടും ഞാൻ പറയണം. അത് എൻ്റെ ഒരു ശാപം തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിന് ഞാൻ വരുത്തും. ഞാൻ നല്ലവണ്ണം പ്രാർത്ഥിക്കലുണ്ട്. സത്യം ഉള്ളതുപോലെ പറയണം. കാരണം വല്ലാത്തൊരു വിഷമം തോന്നുകയാണ്. നിങ്ങളുടെ ആഡംബര വീടുകൾ, നിങ്ങളുടെ ആഡംബര സൗധങ്ങൾ, നിങ്ങളുടെ കാറുകൾ, നിങ്ങൾ തൂറാന് നിങ്ങൾക്ക് കോടിക്കണക്കിന് ഉൾപ്പെടെ ക്ലോസറ്റ് വേണം. ഇവിടെ ആളുകൾക്ക് ഒരു നേരത്തെ സാധനങ്ങൾക്ക് വില കുറഞ്ഞു വാങ്ങാനുള്ളൊരു സാഹചര്യം ഇവിടെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഈ ഷൊർണൂർ കുളപ്പുള്ളി റോഡിൽ വെച്ചിട്ട് പറയാണ്, നിങ്ങൾ നശിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ തലമുറ ഉറപ്പായിട്ടും. കാരണം ഈ റോഡിൽ നിങ്ങൾ പൊതുജനങ്ങളെ അത്രയും എന്താ പറയുക വിഡ്ഢിയാക്കുകയാണ്. വിഡ്ഢിക്കും ഒരു പ്രസക്തിയുണ്ട്, പക്ഷേ അതൊന്നും അല്ലാതെയൊക്കെ നിങ്ങൾ. റോഡിൻ്റെ അവസ്ഥ. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ തൃശ്ശൂർക്ക് പോവുകയാണെങ്കിൽ ചെറുതുരുത്തി ആ ഭാഗമൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ശരിക്കും പറയട്ടെ സുഹൃത്തുക്കളോട്, ഞാൻ എൻ്റെ ആ 15 വർഷത്തെ ആ പ്രണയം നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാം എന്നൊക്കെ കരുതിയിട്ട് വന്നതാണ്. അത് ദൈവം എനിക്ക് തന്ന രണ്ടാമത്തൊരു ഓട്ടം കൂടിയാണിത്. അതായത് ഓർമ്മ പശകിൻ്റെ പ്രശ്നം. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അവരുടെ ബാഗ്
അത്യാവശ്യം വേണ്ട കണ്ണി കണ്ട ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അത് അവർ അവിടെ മറന്നു വെച്ചിട്ട് പിന്നെയും നമ്മൾ ഈ ഭാഗത്തേക്കിടെ വരേണ്ട ഒരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ എന്താ പറയുക പറയണമെന്ന് കരുതിയത്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എന്താ പറയുക മറന്നുപോയി എന്ന് മാത്രമല്ല, ഞാൻ എന്നെയും ഈ റോഡ് അധികാരികളുടെയും എല്ലാവരെയും എന്താ പറയുക പച്ചയ്ക്ക് പ്രാഗി, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിപ്പോൾ നിങ്ങളെ കേൾപ്പിക്കാൻ പാടില്ല, അതെൻ്റെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ ഈ മനസ്സിൻ്റെ പ്രാക്ക് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഒരു 5-6 മാസം മുന്നേ, 6 മാസമല്ല 1 വർഷം മുന്നേ നമ്മുടെ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകണ്ടായി. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ കാണുമ്പോൾ ഏറ്റവും ഭംഗിയുള്ളത് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ എന്താ പറയുക ഒരു അഴക് തന്നെ നമ്മുടെ മേലാറ്റൂരായിരുന്നു. ആ മേലാറ്റൂരിനെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക എന്താ അതിനൊക്കെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം എന്താ പറയുക അത് തോന്നി. അവിടെ നല്ല ഞാൻ അവിടുത്തെ റെയിൽവേൻ്റെ ഉദ്യോഗസ്ഥരെ മനസ്സറിഞ്ഞ് പ്രാഗിനു. കാരണം പ്രാഗ് കൊണ്ടൊന്നും നടക്കില്ല എന്നല്ല, പക്ഷേ നമ്മുടെ ഓർമ്മയിലുള്ള നമ്മുടെ ആ പഴയ ആ കാലത്തേക്ക് നമ്മുടെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ചില കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ അതും കൂടി അവർക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ പ്രാഗ് അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ഈ ഷൊർണൂർ, കുളപ്പുള്ളി, തൃശ്ശൂർ, പാലക്കാട് ആ ഭാഗത്തേക്ക് പോകേണ്ട റോഡാണിത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇന്നലെ രാത്രി ഇതേപോലെ ഒറ്റപ്പാലം വഴിയാണ് പോയത്. ആ റോഡിൻ്റെയൊക്കെ ഒരവസ്ഥ നമ്മൾ സ്പീഡ് കൂടുന്തോറും എന്താ പറയുക പിന്നെ കുണ്ടും കുഴികളാണ്. ഈ കുണ്ടും കുഴിയിൽ നമ്മൾ പോയി രാത്രിയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പിന്നെ ധൈര്യമായിട്ട് വിശ്വസിച്ചിട്ട് വാഹനം ഓടിക്കുക? അതായത് പാലക്കാട് ഹൈവേയിൽ, പാലക്കാട് കുളപ്പുള്ളി ഹൈവേയിൽ രാത്രി ഒരു ലൈറ്റ് പോലും ഇല്ല. അവിടെ രാത്രിയിൽ ഒരു സൈൻ ബോർഡും കൂടി കറക്റ്റായിട്ട് കാണുന്നില്ല. അപ്പോൾ 18-17 വർഷം മുന്നേ ഉണ്ടാക്കിയ റോഡാണ് പാലക്കാട് കുളപ്പുള്ളി ഹൈവേ. ആ റോഡിന് കാര്യമായിട്ടുള്ള കേടുപാടുകൾ ബാധിച്ചിട്ടുണ്ട്. അന്ന് വാർത്താ ന്യൂസുകാർ പറഞ്ഞിരുന്നു 17 വർഷമായി ഈ റോഡ് ഒരു കുഴപ്പമില്ല, അവസാനം അതിൻ്റെ കോൺട്രാക്ടർ ആത്മഹത്യ ചെയ്യേണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കോൺട്രാക്ടർ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഞാനന്ന് അവിടെ ഉണ്ട് ഒറ്റപ്പാലം. അപ്പോൾ ആ റോഡിൻ്റെയൊക്കെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ നമുക്കത് ഇനി കാണിക്കാൻ പറ്റുമോ അറിയില്ല. ഞാൻ വഴിയെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ട് ഒന്നുകൂടി കാണിക്കാം. അപ്പോൾ അവിടെ ഈ ഭാഗത്ത് ബസ്സുകാരൊക്കെ അനുഭവിക്കൽ. കാരണം ഇതാണ് ശരിക്കും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ചില എന്താ പറയുക ഊളകൾ കളിയാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ റോഡിൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് വാഹനങ്ങൾ, ബസ്സുകളുടെ കാര്യം, കാറിൻ്റെ കാര്യം പോട്ടെ, നിങ്ങൾ ഒരു പിന്നെ ബൈക്കിൻ്റെ കാര്യം വിട്, അല്ലെങ്കിൽ പിന്നെ ഗുഡ്സിൻ്റെ കാര്യം വിട്. ഈ ബസ്സുകാർക്ക് ഈ കുണ്ടും കുഴി ചാടിയിട്ട് ഇപ്പം 60-50 വരുന്ന അല്ലെങ്കിൽ 40 വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി ഗിയറുള്ള വണ്ടികൾ മാറ്റാൻ അത് സമയം വേണം. 3-4 സെക്കൻഡ് വേണം ഫസ്റ്റെന്ന് ഒരു 25 കിട്ടാൻ. അപ്പോൾ പെട്ടെന്ന് കാറ് പോണ മാതിരി അങ്ങോട്ട് പോകാൻ പറ്റുമോ? അത് നിങ്ങളത് ചിന്തിക്കണം. അപ്പോൾ ഈ അധികാരികളെ കൊണ്ട് ഒരു തേങ്ങയും ഒരു മാങ്കണ്ടിക്കും കഴിയില്ല, സത്യം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാതെ ഇപ്രാവശ്യം കൂടി നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യം ഓരോരുത്തരും മതപരമായിട്ടാണല്ലോ നമ്മൾ മരിക്കുക. കാരണം ഹിന്ദു മരിച്ചു, മുസ്ലിം മരിച്ചു, ക്രിസ്ത്യാനി മരിച്ചു എന്നാണ് ഇപ്പം നമ്മൾ കേൾക്കാറ്. അതേപോലെ തന്നെ അവന് രാഷ്ട്രീയം. പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും? അതായത് മതം നമ്മുടെ നാട്ടിൽ നിന്ന് എന്ന് ഒഴിവാക്കിയോ അന്ന് നമ്മൾ മനുഷ്യൻ മരിച്ചു എന്ന് മാത്രമേ കേൾക്കുള്ളൂ. അല്ലാതെ അവിടെ BJP-കാരൻ മരിച്ചു, ഇവിടെ LDF സ്ഥാനാർത്ഥി വെട്ടേറ്റു, കോൺഗ്രസ്സുകാരൻ കുത്തേറ്റി മരിച്ചു, അങ്ങനെയല്ലേ ഇപ്പോൾ പറയാറ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ മനുഷ്യൻ മരിച്ചു എന്നുള്ളത് നമ്മൾ കേൾക്കില്ല. ഇനി ആദ്യമൊക്കെ കേട്ടിരുന്നു. അപ്പോൾ ഈ 2018 ശേഷം മാത്രം അങ്ങനെയും പറയാം, 2010 ശേഷം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ പ്രണയത്തിൻ്റെ കാര്യങ്ങൾ പറയായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ആ റോഡിൻ്റെ അവസ്ഥ മനസ്സിലായില്ലേ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് പിന്നെ ഒരിക്കലാവാമെന്ന് കരുതിയത്. അപ്പോൾ
നമ്മളിനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാട്ടോ പോണത്. അപ്പോൾ അവിടെ ഇവരെ കയറ്റി വിട്ടിട്ട് വേണം വരാൻ. ഇനിയിപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് പ്രശ്നം വരിക.